ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയുനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആൻ പഠന അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഖുർആൻ പഠനം ലളിതമാർഗത്തിൽ എന്ന ഹ്രസ്വ കോഴ്സിൻ്റെ 7ാമത്തെ സെഷനിലേക്ക് അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹദീസ് വായന. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. ഒരു ദിവസം 70-ലേറെ തവണ ഞാൻ അള്ളാഹുവിനോട് മാപ്പിരക്കുകയും അവങ്കിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു. ബുഖാരി. ഈ പ്രസ്തുത ഹദീസ് സൂചിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക ശ്രേഷ്ഠനാണ്, എല്ലാ പാപങ്ങളിൽ നിന്നും സംരക്ഷണം നൽകപ്പെട്ടവനാണ്. എന്നിട്ടും അദ്ദേഹം ദിവസം 70-ലേറെ പ്രാവശ്യം പശ്ചാത്താപിക്കുന്നുവെങ്കിൽ നാമൊക്കെ എത്ര തവണ പശ്ചാത്താപിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റം ചെയ്യുകയില്ലെങ്കിലും അള്ളാഹുവിൻ്റെ മഹത്തായ സ്ഥാനത്തിന് നിരക്കാത്ത എന്തെങ്കിലും ചലനങ്ങൾ അറിയാതെ വന്നുപോയോ എന്ന് കരുതിയിട്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പശ്ചാത്തപിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഇടയ്ക്കിടെ പശ്ചാത്തപിക്കാനുള്ള എളുപ്പ വഴി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പാരായണം ചെയ്യുകയാണ്. അസ്തഗ്ഫിറു, ഞാൻ പാപമോചനം തേടുന്നു അള്ളാഹുവിൽ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ ഇടയ്ക്കിടെ അള്ളാഹുവിനോട് പാപമോചനം തേടേണ്ടതാണ്. സൂറത്ത് കാഫിറൂനാണ് ഇന്നത്തെ പ്രധാന അധ്യായം. അതിനു മുമ്പ് ഈ സെഷൻ്റെ ആദ്യ ഭാഗം എന്ന നിലയ്ക്ക് അറബി സംസാര ഭാഷയാണ്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത്, ഒന്നാമത് പഠിച്ചത് ഇൻഷാ അല്ലാഹ്. നമ്മൾ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പറയേണ്ട വചനമാണ് ഇൻഷാ അല്ലാഹ്. ഇൻ പറഞ്ഞാൽ എങ്കിൽ, ഷാ അവൻ ഉദ്ദേശിച്ചു, വലിയ ആഗ്രഹിച്ചു. ഇൻ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചു. ഇൻ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹു ആഗ്രഹിക്കുകയാണെങ്കിൽ എന്നാണ് നമ്മൾ പറയേണ്ടത്. തവക്കൽ അലല്ലാഹ്, തവക്കൽ ഭരമേൽപ്പിക്കുക, അല മേൽ മുകളിൽ, അലല്ലാഹ് അള്ളാഹുവിൽ അള്ളാഹുവിൻ്റെ മേൽ, തവക്കൽ അലല്ലാഹ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ പറയേണ്ടതാണ് തവക്കൽ അലല്ലാഹ്. മൂന്നാമത്, അള്ളാഹുവിലുള്ള അർപ്പണത്തെ, സമർപ്പണത്തെ സൂചിപ്പിക്കാൻ തവക്കൽതു അലല്ലാഹ്, തവക്കൽതു ഞാൻ ഭരമേൽപ്പിക്കുന്നു, തവക്കൽതു അലല്ലാഹ് അള്ളാഹുവിൽ. നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണ്, അപ്പോൾ നമ്മൾ പറയേണ്ടതാണ് തവക്കൽതു അലല്ലാഹ്. എല്ലാം അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിട്ടാണ് നമ്മൾ യാത്രയ്ക്ക് പുറപ്പെടേണ്ടത്. അടുത്തത് സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ പുകഴ്ത്താൻ ഉപയോഗിക്കുന്ന വചനമാണിത്. സുബ്ഹാന എന്നതിനർത്ഥം എല്ലാറ്റിൽ നിന്നും ശുദ്ധനായവൻ, പരിശുദ്ധനായവൻ, അന്യോന്യൻ, എല്ലാ ന്യൂനതകളിൽ നിന്നും ശുദ്ധനായവൻ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു പരിശുദ്ധൻ. ഇന്ന് നമ്മൾക്ക് അറബി സംസാര ഭാഷയിൽ പഠിക്കാനുള്ളത്, ആരെയെങ്കിലും അഭിനന്ദിക്കുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? മുസ്ലിങ്ങളായ നമ്മൾ മുബാറക് അല്ലെങ്കിൽ മബ്രൂഖ്. മുബാറക് എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, മബ്രൂഖ് എന്നാണ്. നമ്മൾ ഈദ് പോലുള്ള പെരുന്നാൾ സുദിനങ്ങളിലും വിവാഹ ചടങ്ങിലും മറ്റും പങ്കെടുക്കുമ്പോൾ വധൂവരന്മാരെ ആശീർവദിക്കാറുണ്ട്, മബ്രൂഖ് അല്ലെങ്കിൽ മുബാറക് എന്ന് പറഞ്ഞുകൊണ്ട്. ഈദിനെ നമ്മൾ ആശീർവദിക്കുമ്പോൾ, അഭിനന്ദിക്കുമ്പോൾ പറയുന്നതാണ് മുബാറക് ലതഖബ്ബൽ അല്ലാഹു ലക. 2, അതിന് മറുപടിയായിട്ട്, അഭിനന്ദനങ്ങൾക്ക് മറുപടിയായിട്ട് നമ്മൾ പറയേണ്ടത് ബാറകല്ലാഹു ഫീക. ബാറക്, ബർക്കത്ത് പറഞ്ഞ അനുഗ്രഹം. ബാറക് അല്ലാഹു, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഫീക നിന്നിൽ, ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥമാണ്, ക അന്ധ, ഫീക നിന്നിൽ. ബാറകല്ലാഹു ഫീക, അല്ലാഹു നിന്നിൽ, നിങ്ങളിൽ അല്ലെങ്കിൽ നിന്നിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി മൂന്നാമതായിട്ട്, ആരെങ്കിലും സന്തോഷിക്കുമ്പോൾ
അല്ലെങ്കിൽ ചിരിക്കുന്നത് കാണുമ്പോൾ അവർ സന്തോഷത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മൾ പറയേണ്ടത് അൽഹഖല്ലാഹു സിന്നക്. ലഹക്ക പറഞ്ഞാൽ ചിരിച്ചു, അൽഹക്ക പറഞ്ഞാൽ ചിരിപ്പിച്ചു. അൽഹഖല്ലാഹു, അള്ളാഹു ചിരിപ്പിച്ചു, അല്ലെങ്കിൽ ചിരിപ്പിക്കട്ടെ. ഒരു പ്രാർത്ഥനയാണിത് അല്ലേ? അള്ളാഹു ചിരിപ്പിക്കട്ടെ. സിന്നക്ക, ക പറഞ്ഞ അന്ധ, സിന്ന് പറഞ്ഞാൽ പല്ല്. നിന്റെ പല്ലിനെ അള്ളാഹു ചിരിപ്പിക്കട്ടെ പറഞ്ഞാൽ നിനക്ക് സന്തോഷവും പ്രസന്നതയും അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് സാരം. രണ്ടാം ഭാഗമായ വ്യാകരണം ആവർത്തനമാണ്. ഹുവ അവൻ, ഹും അവർ, അന്ധ അന്ധും, അന നഹനു ഞങ്ങൾ. ഹുവ ഹും, അന്ധ അന്ധും, അന നഹനു. റബ്ബുൻ അദിയം ഹുവ റബ്ബുഹു അവൻ്റെ രക്ഷിതാവ്. റബ്ബുഹും അവരുടെ രക്ഷിതാവ്. റബ്ബുക്ക നിന്റെ രക്ഷിതാവ്. റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ്. റബ്ബി എൻ്റെ രക്ഷിതാവ്. റബ്ബുന ഞങ്ങളുടെ രക്ഷിതാവ്. റബ്ബുഹു റബ്ബുഹും, റബ്ബുക്ക റബ്ബുക്കും, റബ്ബി റബ്ബുന. ല അല്ലെങ്കിൽ ലി എന്നതിനർത്ഥം വേണ്ടി. ല ആദ്യം ഹുവ ലഹു അവന് വേണ്ടി, അല്ലെങ്കിൽ അവന് അവനിക്ക്. ലഹു അവന്, ലഹും അവർക്ക്, ലക്ക നിനക്ക്, ലക്കും നിങ്ങൾക്ക്, ലി എനിക്ക്, ലന ഞങ്ങൾക്ക്. ലഹു ലഹും, ലക്ക ലക്കും, ലീ ലന. ലീ ലന. മിൻ ഫ്രം ഇൽ നിന്ന്. മിൻ നദിയം ഹുവ മിൻഹു അവനിൽ നിന്ന്. മിൻഹും അവരിൽ നിന്ന്. മിൻക നിന്നിൽ നിന്ന്. മിൻകും നിങ്ങളിൽ നിന്ന്. മിന്നി എന്നിൽ നിന്ന്. മിന്ന ഞങ്ങളിൽ നിന്ന്. മിൻഹു മിൻഹും, മിൻക മിൻകും, മിന്നി മിന്ന. കഴിഞ്ഞ ദിവസം പഠിച്ചത് ഫീൽ മാലി. മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പൂർണ്ണമായ കാലത്തെക്കുറിച്ച്. ഫീൽ മാലി പറഞ്ഞാൽ പൂർണ്ണകാലം. ഫഅല, ഫ അ ല, മൂന്നിന് ഫതഹാണ്, മൂന്ന് അക്ഷരങ്ങളാണ്, ഫായും ഐനും ലാമും. ഫഅല അവൻ ചെയ്തു, അല്ലെങ്കിൽ അവൻ പ്രവർത്തിച്ചു. ഫഅലു അവർ ചെയ്തു. ഫഅൽത നീ ചെയ്തു. ഫഅൽതും നിങ്ങൾ ചെയ്തു. ഫഅൽതു ഞാൻ ചെയ്തു. ഫഅൽന ഞങ്ങൾ ചെയ്തു. ഫഅല ഫഅലു, ഫഅൽത ഫഅൽതും, ഫഅൽതു ഫഅൽന. ഫഅല ഫഅലു, ഫഅൽത ഫഅൽതും, ഫഅൽതു ഫഅൽന. ഇന്ന് നമുക്കിവിടെ പഠിക്കാനുള്ളത് അൻ. അൻ പറഞ്ഞാൽ സംബന്ധിച്ച്, കുറിച്ച്. ഇംഗ്ലീഷ് നമ്മൾ എബൌട്ട്. അൻ അധികം ഹുവ അൻഹു അവനെ കുറിച്ച്, അവനെ സംബന്ധിച്ച്. റളിയല്ലാഹു അൻഹു, റളിയ അവൻ തൃപ്തിപ്പെട്ടു. റളിയല്ലാഹു അല്ലാഹു തൃപ്തിപ്പെട്ടു. അൻഹു അവനെ കുറിച്ച്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അൻഹു അവനെ കുറിച്ച്. അൻഹും അവരെ കുറിച്ച്. അൻഖ നിന്നെ കുറിച്ച്. അൻഖും നിങ്ങളെക്കുറിച്ച്. അന്നി എന്നെക്കുറിച്ച്. അന്ന ഞങ്ങളെക്കുറിച്ച്. അൻഹു അൻഹും, അൻക അൻകും, അന്നി അന്ന. അൻഹു അൻഹും, അൻക അൻകും, അന്നി അന്ന. അന്നി അന്ന. അൻഹ അവളെക്കുറിച്ച്. അൻഹു അവനെക്കുറിച്ച്. അൻഹ അവളെക്കുറിച്ച്. ഈ പദം ഖുർആനിൽ 404 പ്രാവശ്യം വരുന്നു. ഈ 7 പദങ്ങൾ അൻ 7 സർവനാമങ്ങളോടൊപ്പം 404 പ്രാവശ്യം ഖുർആനിൽ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. സുഹൃത്ത് കാഫി. ഇന്ന് ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഫിയൽ മാലിയെക്കുറിച്ച് പഠിച്ചു. ഇന്ന് പഠിക്കുന്നത് നമ്മൾ ഇൻഷാ അല്ലാഹ് ഫിയൽ മുളാരി എന്ന് പറയും. അതായത് നടന്നുകൊണ്ടിരിക്കുന്നതിനും ഭാവിക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാലത്തെയാണ് എന്ത് പറയുന്നത്? ഫിയൽ മുളാരി.
ഇതുവരെ പൂർത്തിയാകാത്ത കാര്യം, അപൂർണ ക്രിയ, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിന് സൂചിപ്പിക്കാൻ ഒറ്റ കാലങ്ങൾ നമ്മൾ പഠിക്കാനുള്ളൂ. അതുതന്നെയാണ് മറ്റേത് ഭാഷകളിൽ നിന്നും അള്ളാഹു തആല നമുക്ക് തന്ന ഒരു അനുഗ്രഹം. അറബി വ്യാകരണത്തിൽ കാലങ്ങൾ, 2 കാലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. അറബിയിൽ അത്രയേ ഉള്ളൂ. ഒന്നെന്താണ് ഫേൽ മാലി, കഴിഞ്ഞു പോയത്, പൂർണ്ണക്രിയ. 2 ഫേൽ മുലാരിയ, നടക്കുന്നതും നടക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ നോക്കുക. അത് പറയുമ്പോൾ മാലി പറഞ്ഞതിന് വ്യത്യസ്തമായിരിക്കണം. മാലി പറഞ്ഞപ്പോൾ അങ്ങനെ ഫയല ഫയലു, ഫയൽത്ത ഫയൽത്തും, ഫയൽത്തു ഫയൽന, ഒരു 90 ഡിഗ്രി നമ്മൾ കൈ ഇങ്ങനെ ചലിപ്പിച്ചു പറയുന്നു അല്ലേ. മുലാരി പറയുമ്പോൾ ശബ്ദം അല്പം ഉയർത്തി കൈ അല്പം ഉയർത്തണം. യഫ്അലു, അവൻ ചെയ്യുന്നു അല്ലെങ്കിൽ അവൻ ചെയ്യും. അപ്പോൾ നമ്മൾ വർത്തമാനം മാത്രം എടുക്കും, തൽക്കാലം പഠിക്കാൻ സൗകര്യത്തിന് വേണ്ടി അവൻ ചെയ്യുന്നു എന്ന് പഠിക്കുക. യഫ്അലൂൻ, അവർ ചെയ്യുന്നു അല്ലെങ്കിൽ അവർ ചെയ്യും. തഫ്അലു, നീ ചെയ്യുന്നു. തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നു. അഫ്അലു, ഞാൻ ചെയ്യുന്നു. നഫ്അലു, ഞങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഈ മാറ്റങ്ങൾ എവിടെയാണ്? ക്രിയയുടെ തുടക്കത്തിലാണ്. ഫേൽ മുദാരി പറയുമ്പോൾ ശബ്ദം അല്പം ഉയർത്തുക, അതോടൊപ്പം നമ്മുടെ കൈ ഉയർത്തുക. അപ്പോൾ യഫ്അലു, അവൻ ചെയ്യുന്നു. യഫ്അലൂൻ, അവർ ചെയ്യുന്നു. തഫ്അലു, നീ ചെയ്യുന്നു. തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നു. അഫ്അലു, ഞാൻ ചെയ്യുന്നു. നഫ്അലു, ഞങ്ങൾ ചെയ്യുന്നു. യഫ്അലു, യഫ്അലൂൻ, തഫ്അലു, തഫ്അലൂൻ, അഫ്അലു, നഫ്അലു. ഒരു 3 പ്രാവശ്യം. യഫ്അലു, യഫ്അലൂൻ, തഫ്അലു, തഫ്അലൂൻ, അഫ്അലു, നഫ്അലു. ഫിയൽ മുദാരി നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതായത് മാലിയിലെ പദങ്ങളുടെ അവസാനമാണ് മാറ്റങ്ങൾ. ഇപ്പോൾ നമ്മൾ ഒരു റോഡിൻ്റെ ഒരു സൈഡിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. വാഹനങ്ങൾ കടന്നു പോകുന്നു. പോയതിന് ശേഷം അതിൻ്റെ പുറകുവശം നോക്കിയാൽ ഏത് വാഹനം നമുക്ക് തിരിച്ചറിയാൻ കഴിയും? ഒരു ബൈക്കിൻ്റെ പുറകുവശം നമുക്കറിയാൻ കഴിയും, കാറിൻ്റെയും ബസ്സിൻ്റെയും ലോറിയുടെയും അല്ലേ? പുറകുവശം നോക്കിയാൽ അറിയാം. പുറകുവശത്തെ മാറ്റം അനുസരിച്ചിട്ട് നമുക്ക് മാറ്റം അറിയാൻ കഴിയും. ഇപ്പോൾ പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷൻ, ഉത്തമ പുരുഷൻ, തേർഡ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ. ഫഅല ല, ഫഅലു ഉ, ഫഅൽത ത, ഫഅൽതും തും, ഫഅൽതു തു, ഫഅൽന ന, ഫഅല അലിഫ് ആ, ലു ത, തും തു ന. പദങ്ങളുടെ അവസാനത്തിലാണ് ഫീൽ മാദിയിൽ വ്യത്യാസം വരുന്നത്. അത് ശ്രദ്ധിച്ചാൽ മതി. ഫീൽ മുദാരി എടുത്ത് നോക്കൂ. യഫ്അലു ആദ്യത്തിൽ, യഫ്അലൂൻ, തഫ്അലു, തഫ്അലൂൻ, അഫ്അലു, നഫ്അലു. അപ്പോൾ അതായത് നമ്മൾ റോഡ് സൈഡിൽ നിൽക്കുന്നു, വാഹനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു, മുമ്പിലൊക്കെ കിടന്നു. അപ്പോൾ മുൻവശം നോക്കിയാൽ ഏത് വാഹനമാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് പോലെ ഫേൽ മുദാരിയിലെ പദങ്ങളുടെ തുടക്കത്തിലാണ് മാറ്റങ്ങളുള്ളത്. അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മാദിയും മുദാരിയും ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അടുത്ത് നമ്മൾ പ്രധാന അഭ്യാസമായ ഖുർആനിലേക്കാണ് കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കാര്യം ഒന്ന് പുനഃപരിശോധിച്ച് നോക്കാം. സൂറത്ത് കൗസറിലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഇന്ന, ഇന്ന നിശ്ചയമായും, അധികം നഹ്നു, ന, ഇന്ന അധികം ന, ഇന്ന നിശ്ചയമായും നമ്മൾ അല്ലെങ്കിൽ നാം, അഅ്ത അവൻ നൽകി, അഅ്തൈന നമ്മൾ നൽകി, അഅ്തൈനാക നാം നിനക്ക് നൽകി, അൽ കൗസർ വളരെ നന്മ അല്ലെങ്കിൽ ഹൗദുൽ കൗസർ. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിശ്ചയമായും ഉറപ്പായും, ഇന്ന നിശ്ചയമായും നാം, അഅ്തൈനാക അഅ്ത നൽകി, അഅ്തൈന നാം നൽകി, ക നിനക്ക്, അൽ കൗസർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ
നിശ്ചയമായും നാം നിനക്ക് ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു. ഫസല്ലി ലിറബ്ബിക വൻഹർ. അതുകൊണ്ട്, ആയതിനാൽ, സൊല്ലി നീ നമസ്കരിക്കൂ. ഫസല്ലി ആയതിനാൽ നീ നമസ്കരിക്കുക. ലി വേണ്ടി, റബ്ബിക്ക നിന്റെ രക്ഷിതാവിന്, ലി റബ്ബിക്ക നിന്റെ രക്ഷിതാവിന് അല്ലെങ്കിൽ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക. വൻഹർ, അൻഹർ അറുക്കുകയും ചെയ്യുക, ബലിയർപ്പിക്കുകയും ചെയ്യുക, ത്യാഗം ചെയ്യുക. ഫസല്ലി ലി റബ്ബിക വൻഹർ. ആകയാൽ നിന്റെ റബ്ബിന് വേണ്ടി അല്ലെങ്കിൽ രക്ഷിതാവിന് വേണ്ടി നീ നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്ന നിശ്ചയമായും, ഷാനിയുൻ ഷാനിയൻ ശത്രുത അല്ലെങ്കിൽ ഈർഷ്യത, ഷാനി അക്ക നിന്നോട് ശത്രുത കാണിക്കുന്നവൻ, ഹുവ അവൻ, അൽ അബ്തർ വാലറ്റവനാകുന്നു അല്ലെങ്കിൽ ഭാവി നഷ്ടപ്പെട്ടവനാകുന്നു. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. നിശ്ചയമായും നിന്നോട് ഈർഷ്യത അല്ലെങ്കിൽ വിദ്വേഷം കാണിക്കുന്നവൻ തന്നെയാണ് ഭാവി നഷ്ടപ്പെട്ടവൻ അല്ലെങ്കിൽ വാലറ്റവൻ. സൂറത്തുൽ കാഫിറൂൻ. കാഫിർ എന്താ കാഫിർ പറഞ്ഞാൽ? സത്യനിഷേധി. അതിൻ്റെ ബഹുവചനമാണ് കാഫിറൂൻ. ഇത് അവതരിച്ചത് മക്കയിലാണ്. അന്നേരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളെ ഏറ്റവും അധികം എതിർത്തിരുന്ന സമയമായിരുന്നു. അദ്ദേഹത്തെ പ്രസ്തുത പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ അവർ പരമാവധി ശ്രമിച്ചു. അവർ അദ്ദേഹത്തോട് ഒരു ഒത്തുതീർപ്പിന് ക്ഷണിച്ചു. അവർ അദ്ദേഹത്തിന് സമ്പത്ത്, നേതൃസ്ഥാനം, സ്ത്രീകളെ മുതലായവ വാഗ്ദാനം ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തിരിപ്പിക്കാമല്ലോ എന്നവർ കരുതി. എന്നാൽ അവർ മറ്റ് ദൈവങ്ങളോടൊപ്പം അള്ളാഹുവിലും വിശ്വസിച്ചിരുന്നു. മക്ക മുശ്രിക്കുകളെ കുറിച്ച് നമ്മൾ പറയുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ അല്ലെങ്കിൽ തൗഹീദിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. അവർ പറഞ്ഞു, ഒരു വർഷം നിങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കുക, എഗ്രിമെൻ്റ്. അടുത്ത ഒരു വർഷം ഞങ്ങൾ നിൻ്റെ ദൈവത്തെ ആരാധിക്കുക. എന്നാൽ നിൻ്റേതാണ് ഉത്തമമെങ്കിൽ അതിൽ ഞങ്ങളും, നിങ്ങളുടേതാണ് ഉത്തമമെങ്കിൽ അതിൽ നീയും ഭാവാക്കാവുമല്ലോ അല്ലെങ്കിൽ വിശ്വസിക്കാമല്ലോ എന്നുള്ളതായിരുന്നു അവരുടെ കുബുദ്ധി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനോട് ഞാൻ മറ്റൊന്നിനെ പങ്കു ചേർക്കുന്നതിൽ നിന്നും അവനിൽ ശരണം തേടുന്നു. ഇതിൻ്റെ പ്രതികരണം എന്നോണമാണ് അള്ളാഹു തആല ഈ സൂറത്ത് അവതരിപ്പിച്ചത്. ഉടനെ തന്നെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശി പ്രമാണിമാരുടെ സാന്നിധ്യത്തിൽ ഈ അധ്യായം ഓതി വിളംബരം ചെയ്യുകയും ചെയ്തു. ഈ അധ്യായം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തി തൗഹീദ്, ലാ ഇലാഹ, ലാ ഇല്ല, ഇലാഹ് ആരാധ്യൻ എന്ന ഭാഗത്തെ വ്യാഖ്യാനിക്കാനുള്ള സൂറത്തായി നമുക്ക് ഇതിനെ കണക്കാക്കാം. ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ, അത് സൂറത്ത് ഇഖ്ലാസ്. അവിടെ നമുക്ക് വിശദീകരിക്കാം അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്. അപ്പോൾ സൂറത്തുൽ കാഫിറൂനും സൂറത്ത് ഇഖ്ലാസുമാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ വിശദീകരണത്തിനായിട്ട് നമുക്ക് അള്ളാഹു തആല നൽകിയ സൂറത്തുകൾ. ഇതിൻ്റെ അർത്ഥങ്ങളിലേക്ക് നമ്മൾ ക്ഷണിക്കുക. ഈ സൂറത്തിന് പ്രത്യേകതയും കൂടിയുണ്ട് മറ്റ് സൂറത്തിനെ അപേക്ഷിച്ചിട്ട്. നമ്മളിപ്പോൾ ഇവിടെ ഫേൽ മാലി പഠിച്ചു, ഫേൽ മുദാരിയും പഠിച്ചു. രണ്ട് കാലങ്ങളും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം നിത്യേന ചെല്ലേണ്ട സൂറത്താണ്. അതിലുപരി മക്കയിൽ ഉംറ ചെയ്തതിന് ശേഷം, തവാഫ് ചെയ്തതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായിട്ടും ചെയ്യാൻ കൽപ്പിച്ചതുമായ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൽ സൂറത്ത് കാഫിറൂനും സൂറത്ത് ഇഖ്ലാസുമാണ് ഓതാറുള്ളത്. കൂടാതെ ഫജറിലെ സുന്നത്ത് നമസ്കാരത്തിലും മഗ്‌രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിലും പ്രവാചക ശ്രേഷ്ഠൻ ഈ സൂറത്തുൽ കാഫിറൂൻ ഓതാറുണ്ടായിരുന്നു. അതിലുപരി ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്ത് ഫലക്ക്, സൂറത്തുൻ നാസ്, അതിനോടൊപ്പം സൂറത്ത് കാഫിറൂനും ഓതിയതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ
പുറപ്പെട്ടിരുന്നെന്ന് പ്രബലമായ ഹദീസുകൾ സൂചിപ്പിക്കുന്നു. ഇനി അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ കിടക്കാം. അള്ളാഹു പറയുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, കുൽ, നീ പറയൂ. കാല, അവൻ പറഞ്ഞു. കുൽ, ആ രൂപം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. നീ പറയൂ, നീ പറയുക, അവരോട് നീ പറഞ്ഞു കൊടുക്കൂ. യാ അയ്യുഹൽ കാഫിറൂൻ. യാ പറഞ്ഞാലും അയ്യുഹ പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. രണ്ടും കൂട്ടി പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. യാ പറഞ്ഞില്ലയോ, ഹേ, ഒരാളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. യാ മുഹമ്മദ് താൽ എന്നാണ് നമ്മൾ പറയുക സാധാരണ അറബി ഭാഷയിൽ. യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ് താൽ, വരൂ. ഖുറാനിൽ പല ഭാഗത്തുണ്ട്. യാ അയ്യുഹന്നാസ്, യാ അയ്യുൽ കാഫിറൂൻ. അപ്പോൾ യാ അയ്യുഹ പറഞ്ഞാൽ ഹേ, അല്ലയോ. അൽ കാഫിറൂൻ, കാഫിർ പറഞ്ഞാൽ സത്യനിഷേധി. അതിൻ്റെ ബഹുവചനമാണ് കാഫിറൂൻ ഓർ കാഫിരീൻ. രണ്ടെണ്ണം ഉണ്ടല്ലേ, നമുക്കറിയാം. കാഫിറൂൻ സത്യനിഷേധികൾ, അവിശ്വാസികൾ. ഒരു കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷവും അതിൽ അവിശ്വസിക്കുക, അത് നിഷേധിക്കുക, അവരാണ് കാഫിർ. നമ്മൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നമ്മളും കാഫിറാകും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ആരെ ഉദ്ദേശിക്കുന്നത്? മക്ക മുശ്രിക്കുകളെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് സത്യം അറിയാം, പക്ഷെ അവരെന്ത് നിഷേധിക്കുന്നു, അംഗീകരിക്കാൻ തയ്യാറല്ല. അതാ പറയുന്നത്. കുൽ, നീ പറയൂ അവരോട്. യാ അയ്യുഹ, അല്ലയോ. അൽ കാഫിറൂൻ, അല്ലയോ അവിശ്വാസികളെ. ലാ, ഇല്ല. അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നു. അഫ് അലു എന്ന് പഠിച്ചില്ലേ? അഫ് അലു, ഞാൻ ചെയ്യുന്നു. അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നു. ഇബാദത്ത് ആരാധന, ആബിദ് ആരാധിക്കുന്നവൻ, മഅബൂദ് ആരാധിക്കപ്പെടുന്നവൻ, അല്ലാഹു അല്ലേ? അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നു. മാ, യാതൊന്നില്. തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നു. അബദ, അബദു, യഅ്ബുദു, യഅ്ബുദൂൻ, മുദാരി രൂപം. അതാണ് ആദ്യം വരുന്നത്. യഅ്ബുദു, അവൻ ആരാധിക്കുന്നു. യഅ്ബുദൂൻ, അവർ ആരാധിക്കുന്നു. തഅ്ബുദു, നീ ആരാധിക്കുന്നു. തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നു. അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നു. നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു. എളുപ്പമായില്ലേ അർത്ഥം? നോക്കൂ, ശരിയല്ലേ? അപ്പം നമ്മുടെ വ്യാകരണവും ഖുർആനും വളരെ യോജിച്ച് വരുന്ന ഒരു സുഹൃത്താണത്. യഅ്ബുദു, അവൻ ആരാധിക്കുന്നു. യഅ്ബുദൂൻ, അവർ ആരാധിക്കുന്നു. തഅ്ബുദു, നീ ആരാധിക്കുന്നു. തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നു. അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നു. നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു. മാ തഅ്ബുദൂൻ, യാതൊന്നിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്. ലാ അഅ്ബുദു, ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല. നിങ്ങൾ എന്തിനെയാണോ ആരാധിക്കുന്നത്, ആ ആരാധ്യ വസ്തുക്കളെ ഞാൻ ആരാധിക്കുന്നില്ല. വലാ അൻതും, ല, വല, ഇല്ല. അൻതും, നിങ്ങൾ. അന്ത, നീ. അന്തും, നിങ്ങൾ. വലാന്തും, വലാന്തും, നിങ്ങളുമില്ല. ആബിദൂൻ, ആരാധിക്കുന്നവർ. നിങ്ങളും ആരാധിക്കുന്നവരല്ല. മാ, എന്തിനെയാണോ. അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നത്. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ, എൻ്റെ ആരാധ്യ വസ്തുവിനെ, അത് അല്ലാഹുവേ, നിങ്ങളും ആരാധിക്കുന്നില്ല. അല്ലാഹു മാത്രം. വലാ അന ആബിദും മാ അബത്തും, വല, ഇല്ല. അന, ഞാൻ. വല അന, ഞാനുമില്ല. വ അല്ലേ? വല എന്താർത്ഥം? ഞാനുമില്ല. ആബിദുൻ, ആരാധിക്കുന്നവൻ, ചെയ്യുന്നവൻ, പ്രവൃത്തി ചെയ്യുന്ന. ആബിദുൻ, ഫായിലുൻ. ആബിദുൻ, ആരാധിക്കുന്നവൻ. ഞാനും ആരാധിക്കുന്നില്ല. വല അന ആബിദുൻ, ആരാധിക്കുന്നില്ല. മാ, യാതൊന്നിനെ. അബദത്തും, അബദ, അവൻ ആരാധിച്ചു. അബദത്തും, നിങ്ങൾ ആരാധിച്ചു. അത് മാദിയാണ്. ഇവിടെ നിന്ന് മാദിയിലാണ് വരുന്നത്, കഴിഞ്ഞു പോയ. അബദ എന്താർത്ഥം? അവൻ ആരാധിച്ചു. അബദത്ത, നീ ആരാധിച്ചു. അബദത്തും, നിങ്ങൾ ആരാധിച്ചു. അബദത്തും, നിങ്ങൾ ആരാധിക്കുന്നു. മാ അബദത്തും, നിങ്ങൾ ആരാധിക്കുന്നതിനെ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെ, പ്രസന്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ അപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിനെ വലാനാബിദും, ഞാൻ ആരാധിക്കുന്നില്ല. നിങ്ങളിപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെയാണോ അത് ഞാൻ ആരാധിക്കുന്നില്ല. വലാ അന്തും, വലാ അന്തും, അന്തും, നിങ്ങളുമില്ല. അന്തും, നിങ്ങൾ.
ലാ അൻതും നിങ്ങളല്ല, വലാ അൻതും നിങ്ങളുമല്ല, ആബിദൂൻ നിങ്ങൾ പറയുമ്പോൾ ആബിദൂൻ എന്നല്ല പറയണ്ടല്ലേ, നിങ്ങളും ഇല്ല എന്ത് ആബിദൂൻ ആരാധിക്കുന്നവരായിട്ട്, മാ അഅ്ബുദു മാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്നതിനെ. അപ്പം ഞാൻ ആരാധിക്കുന്ന ഏകനായ അള്ളാഹുവിനെ മാത്രം നിങ്ങളും ആരാധിക്കുന്നില്ല. അതുകൊണ്ട് ലക്കും നിങ്ങൾക്ക് വേണ്ടി, ദീനുക്കും ദീനുഹു ദീനുഹും ദീനുക ദീനുക്കും. ഇപ്പം ലക്കും ദീനുക്ക നിങ്ങൾക്ക്, ദീനുക്കും നിങ്ങളുടെ മതം, നിങ്ങളുടെ ദീന്. വലിയ ലീ ലെന പറഞ്ഞില്ലേ, ലീ എനിക്ക്, ലെന ഞങ്ങൾക്ക്, വലിയ എനിക്ക്, ദീനി എൻ്റെ മതം, ലക്കും ദീനുക്കും വലിയ ദീൻ. അള്ളാഹു താല അങ്ങനെ പറഞ്ഞിട്ടെങ്കിൽ പോലും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ലക്കും ദീനക്കും വലിയ എന്ന് പറഞ്ഞിട്ട് നിനക്ക് നിൻ്റെ മതം, എനിക്ക് എൻ്റെ മതം, നീ വിശ്വസിക്കുന്ന അങ്ങനെ വിശ്വസിച്ച് പോയിക്കോളൂ, ഞാൻ വിശ്വസിച്ചു പോകാം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഈ പരിവർത്തനം ഉണ്ടാകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ മദീന ഇസ്ലാമി രാഷ്ട്രമാവുമായിരുന്നു, അതിൻ്റെ നേതൃസ്ഥാനത്ത് പ്രവാചക ശ്രേഷ്ഠൻ വരുമായിരുന്നു? ഒരിക്കലുമില്ല. ഇതാ സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞാണ്, മനസ്സിലാകാൻ വേണ്ടി. നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, പക്ഷേ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ തബ്ലീഗ് എത്തിച്ചു കൊടുക്കുക, അത് നമ്മൾ നിരന്തരം നമ്മുടെ മരണം വരെ ചെയ്തുകൊണ്ടേയിരിക്കണം. ലക്കും ദീനക്കും വലിയ ദീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ ദൗത്യത്തിൽ നിന്ന് പുറകോട്ട് പിന്മാറാൻ പറ്റില്ല. അത് പ്രത്യേകം നിർത്തിയിരിക്കേണ്ടതാണ്. അവസാന ഭാഗമായ പഠനക്കുറിപ്പാണ്. നമ്മളീ പഠിക്കുമ്പോൾ ഇവിടെ പഠിക്കുന്നു, ഭംഗിയായി മുന്നോട്ട് പോകാനും മറ്റുമായിട്ട് പഠന സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് അടുത്ത കടമ. അതിൽ ഒന്നാമത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നൽകിയതായ പോസ്റ്ററുകൾ, ഇത്തരം പോസ്റ്ററുകൾ, ഈ പുസ്തകത്തിൽ തന്നെയുള്ള മറ്റ് പോസ്റ്ററുകൾ, ഇത് നമ്മൾ പഠിക്കുന്ന പഠനമുറിയുടെ പരിസരത്തും ഊണുമേശയ്ക്കരികിലോ ജോലി സ്ഥലത്തിൻ്റെ പരിസരത്തോ നമ്മൾ ഒഴിവ് സമയങ്ങളിൽ അവ നോക്കി പഠിച്ചായ ഭാഗങ്ങൾ പഠിക്കേണ്ടതുമാണ്. അടുത്തതായിട്ട് പദാവലിക്കുറിപ്പ്, തയ്യാറാക്കിയ പദാവലിക്കുറിപ്പ് നമ്മളെപ്പോഴും കീസിൽ സൂക്ഷിക്കണം. എന്നതിന് ശേഷം പ്രത്യേകിച്ച് ഫറള് നമസ്കാരത്തിന് മുമ്പ് ഒരു 30 സെക്കൻഡ് 5 നേരം നമസ്കാരത്തിന് മുമ്പോ ശേഷമോ അത് നമ്മൾ പഠിച്ചതായ പാഠത്തിൻ്റെ വാക്കർത്ഥങ്ങൾ പഠിക്കേണ്ടതാണ്. കൂടാതെ നിങ്ങൾ ഇവിടെ തയ്യാറാക്കിയ ഈ വീഡിയോ CD-കൾ നിങ്ങളുടെ DVD പ്ലെയറിലോ മറ്റോ ഇട്ട് സമയം കിട്ടുമ്പോൾ പഠിക്കേണ്ടതാണ്. കൂടാതെ ഓഡിയോ കാസറ്റുകൾ നിങ്ങൾ സ്വമേധയോ തയ്യാറാക്കുന്ന ഓഡിയോ കാസറ്റോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ വീഡിയോ കാസറ്റിൽ നിന്ന് റെക്കോർഡ് ചെയ്ത ഓഡിയോ കാസറ്റുകൾ യാത്രയ്ക്കിടയിലോ വീട്ടിൽ വെച്ചോ ഒഴിവ് സമയങ്ങളിൽ പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ പദാവലിക്കുറിപ്പ് കൂടെ കൊണ്ട് നടക്കാൻ കഴിയുന്നതാണ്. ദിവസവും 5 നേരം അത് നോക്കുക. അത് നിങ്ങളുടെ പഠിക്കാനുള്ള ശേഷി 300 ഇരട്ടി വർദ്ധിപ്പിക്കുന്നതാണ് പഠനം തെളിയിച്ചിരിക്കുന്നത്. കൊണ്ടു നടക്കുക എന്നത് വളരെ എളുപ്പമാണ്, ഓർമ്മയിൽ നിന്ന് എടുക്കുന്ന അല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൊണ്ടു നടന്ന് ആ പദങ്ങൾ നമ്മൾ ആവർത്തിച്ച് പഠിക്കുക. പദങ്ങൾ ഹൃദിസ്ഥമാക്കുവാൻ സ്വയം നിർമ്മിക്കുന്ന പദാവലിക്കുറിപ്പുകൾ ഒരു ഉത്തമ മാതൃകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം തന്നെ പദാവലിക്കുറിപ്പ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മറ്റേ സുഹൃത്ത് നമ്മൾ പഠിക്കാത്ത അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നതായ മറ്റേ സുഹൃത്തിൽ നിന്ന് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി പഠനത്തെ അത് പ്രോത്സാഹനം നൽകുന്നതായിരിക്കും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക നഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.